2024 മെയ് 23 വ്യാഴം. ഇന്ന് 1199 ഇടവം 9. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വിദ്വേഷ പ്രസംഗം, പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, എന്നാലും നടപടിയില്ല. മതവിദ്വേഷ പരാമർശങ്ങൾ പാടില്ലെന്ന് BJPക്ക് നിർദ്ദേശം. രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പരാമർശം കോൺഗ്രസ് നടത്തരുത്. മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തരുതെന്ന് BJPക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം. ഇന്ത്യയുടെ കെട്ടുറപ്പിനെ ബാധിക്കും വിധം പരസ്പര വിദ്വേഷവും വിഭാഗീയതയും ഉളവാക്കുന്ന പ്രചാരണം നടത്തരുതെന്ന് കോൺഗ്രസിനും നിർദ്ദേശം നൽകി. ഇരു പാർട്ടികളുടെയും താരപ്രചാരകർ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായും ഇരു പാർട്ടി അധ്യക്ഷരും നൽകിയ വിശദീകരണം നിലനിൽക്കുന്നതല്ലെന്നും കമ്മീഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസും രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുടെ പ്രസംഗങ്ങൾക്കെതിരെ BJPയും നൽകിയ പരാതി ഒരു മാസത്തോളം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് അവസാനിക്കാറായ ഘട്ടത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ. മതസംബന്ധമായ കടുത്ത പരാമർശങ്ങൾ ഇക്കാലത്തുടനീളം മോദി നടത്തുകയും ചെയ്തു. ഏപ്രിൽ 25 കമ്മീഷൻ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് കോൺഗ്രസ് മെയ് 6 BJP 13 മറുപടി നൽകിയത്. കമ്മീഷൻ നോട്ടീസ് നൽകിയ ശേഷവും പരാമർശങ്ങൾ ആവർത്തിച്ചത് ആശങ്കാജനകമാണെന്നും ഇത് തുടരാൻ പാടില്ലെന്നും BJPക്ക് നിർദ്ദേശമുണ്ട്. ഭരണഘടന അപകടത്തിലെന്നും പ്രതിരോധ മന്ത്രാലയം സംശയ നിഴലിലെന്നും തോന്നിപ്പിക്കുന്ന പരാമർശങ്ങൾ പാടില്ലെന്നുള്ള കോൺഗ്രസിനുള്ള നിർദ്ദേശത്തിൽ പറയുന്നു. കമ്മീഷന്റെ ഉത്തരവിൽ ആരെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല. പ്രചാരണ വിലക്ക് പോലെയുള്ള നടപടികളുമില്ല. കോൺഗ്രസിനെതിരായ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന് കമ്മീഷൻ 48 മണിക്കൂർ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. BJP വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്നും കോൺഗ്രസ് അവാസ്തവ പരാമർശങ്ങൾ നടത്തിയെന്നും കമ്മീഷൻ വിലയിരുത്തി. താരപ്രചാരകർ വിദ്വേഷ പ്രസംഗം നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും നിർദ്ദേശം നൽകി. ഇരു പാർട്ടികളും സ്വന്തം നടപടികൾ തിരുത്തുന്നതിന് പകരം ചട്ടത്തിലെ പഴുതുകൾ ഉപയോഗിക്കാനും എതിർ പാർട്ടികൾ അതുപോലെ ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി നടപടി ആവശ്യപ്പെടാനുമാണ് ശ്രമിച്ചത്. തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം തകർക്കാനാകില്ലെന്ന് കമ്മീഷൻ പറഞ്ഞു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. കാലവർഷം എത്തും മുൻപേ അതിതീവ്ര മഴ വ്യാപകമായതോടെ കൊച്ചി നഗരം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഇന്ന് സംസ്ഥാനത്തെവിടെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉച്ചയോടെ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നേക്കാം. ഇന്ന് തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, തൃശൂർ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, എറണാകുളം, തൃശൂർ, ഇടുക്കി എന്നീ 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റന്നാൾ ഇവയിൽ പാലക്കാട്, തൃശൂർ ഒഴികെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കുറഞ്ഞ സമയത്തിനിടെ പെയ്യുന്ന അതിതീവ്ര മഴ ദേശീയപാത ഉൾപ്പെടെ വികസന പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാകാത്ത സ്ഥലങ്ങളിൽ ഗതാഗതവും ജനജീവിതവും ദുസ്സഹമാക്കി. അതിതീവ്ര മഴ സാധ്യത പരിഗണിച്ച് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മാത്രം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് വൈകിട്ടോടെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കാലാവസ്ഥാ വകുപ്പ് വ്യാപിപ്പിച്ചിരുന്നു. ജൂൺ 10 മുതൽ 52 ദിവസം ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്ത് ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യമേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥ മേധാവികളുമായി മന്ത്രി സജി ചെറിയാൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഈ കാലയളവിൽ മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകും. തീരദേശ ജില്ലകളിൽ 24 മണിക്കൂറും ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. ഇതര സംസ്ഥാന ബോട്ടുകൾ നിരോധനത്തിന് മുൻപ് കേരളം വിടും. നിരോധനകാലത്ത് ഇൻബോർഡ് വള്ളത്തിനൊപ്പം ഒരു കാരിയർ വള്ളമേ അനുവദിക്കൂ. നീണ്ടകര, ഹാർബർ, ഇക്കൊല്ലവും പരമ്പരാഗത മത്സ്യബന്ധനയാനങ്ങൾക്ക് തുറന്നുകൊടുക്കും. അവയവ കച്ചവടം 3 ആശുപത്രികളെപ്പറ്റി കേന്ദ്ര അന്വേഷണം. ഇറാനിൽ ഒരു വർഷം 10,000 കോടി രൂപയുടെ അവയവ കച്ചവടം. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റുമായി സഹകരിച്ച കേരളത്തിലെ 3 ആശുപത്രികളെപ്പറ്റി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു. വ്യാജ യാത്രാരേഖകൾ ചമച്ച് വിദേശത്തേക്ക് കടത്താനുള്ള അവയവദാതാക്കളുടെ ആരോഗ്യ പരിശോധന നടത്തിയ ആശുപത്രികളാണ് ഇത്. അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്താണെന്ന അറിവോടെയാണോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് പരിശോധിക്കുന്നത്.
വിദേശ ഇൻഷുറൻസ് കമ്പനികളുടെ നിയന്ത്രണത്തിൽ ഇറാൻ കേന്ദ്രീകരിച്ച് അവയവ കച്ചവട മാഫിയ പ്രവർത്തിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ ഏജൻസിയായ ഗ്ലോബൽ ഒബ്സർവേറ്ററി ഓൺ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനിൽ ഒരു വർഷം 10,000 കോടി രൂപയുടെ അവയവ കച്ചവടം നടക്കുന്നതായി റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അവയവദാതാക്കൾക്കുള്ള ഉയർന്ന പ്രതിഫലം 600 പൗണ്ട്, അതായത് 60,000 രൂപ ഇറാൻ ഗവൺമെൻറ് നിജപ്പെടുത്തിയതോടെയാണ് ഓർഗൻ ബ്ലാക്ക് മാർക്കറ്റ് സജീവമായത്. ഓരോ അവയവദാതാവിനും 10 ലക്ഷം രൂപയും വിമാന ടിക്കറ്റുമാണ് വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിൽ ഇവരുടെ പേരിൽ 60-70 ലക്ഷം രൂപ റാക്കറ്റ് കൈപ്പറ്റുമായിരുന്നു. റാക്കറ്റിൻ്റെ കേരളത്തിലെ ഇടനിലക്കാരിലൊരാളായ കൊടുങ്ങല്ലൂർ വലപ്പാട് സ്വദേശി സബിത്ത് 2019 മുതലാണ് ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്തിൽ പങ്കാളിയായത്. കേരളത്തിലെ ദാതാക്കൾ കൂടുതൽ പ്രതിഫലവും മുൻകൂർ തുകയും ആവശ്യപ്പെട്ടതോടെ റാക്കറ്റിൻ്റെ ശ്രദ്ധ വിദ്യാഭ്യാസ നിലവാരം കുറവുള്ള ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെത്തി. കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെയും കബളിപ്പിച്ച് ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട്. 2 വൃക്ക അനാരോഗ്യകരമെന്ന് പറഞ്ഞ് പറ്റിച്ചു. 2 വൃക്കയുള്ളത് ശാരീരിക വൈകല്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരേന്ത്യൻ സ്വദേശികളെ കബളിപ്പിച്ചതായി പോലീസ് കസ്റ്റഡിയിലുള്ള സബിത്ത് മൊഴി നൽകി. വൃക്കദാനം ചെയ്താൽ പുതിയ വൃക്ക മുളച്ചു വരുമെന്ന് ചിലരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. എറണാകുളം റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ സംഘം സബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങി. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അന്വേഷണം ഇറാനിൽ ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടറിലേക്കും നീളുന്നു. അറസ്റ്റിലായ സാബിത്തിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. പലസ്തീനെ അംഗീകരിച്ച് നോർവേ, അയർലൻഡ്, സ്പെയിൻ. ഇസ്രായേലിന് കനത്ത തിരിച്ചടി, അംബാസഡർമാരെ തിരിച്ചു വിളിച്ചു. പ്രകോപനം സൃഷ്ടിച്ച ഇസ്രായേൽ മന്ത്രി വീണ്ടും അൽ അക്സ മസ്ജിദ് വളപ്പിൽ. നോർവേയും അയർലൻഡും സ്പെയിനും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചതോടെ പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക്. മെയ് 28-ന് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. 3 രാജ്യങ്ങളിൽ നിന്നും അംബാസഡർമാരെ തിരിച്ചു വിളിച്ച ഇസ്രായേൽ നടപടിയെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. നീക്കത്തെ പലസ്തീൻ അതോറിറ്റിയും ഹമാസും സ്വാഗതം ചെയ്തു. ഇസ്രായേലിൻ്റെ പരമാധികാരം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയത്. നാറ്റോയിൽ സഖ്യരാജ്യങ്ങളായ സ്പെയിനും നോർവേയും നടത്തിയ നീക്കം US-നും തിരിച്ചടിയായി. അതിനിടെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻവിർ വീണ്ടും അൽ അക്സ മസ്ജിദ് വളപ്പിലെത്തി. കഴിഞ്ഞ വർഷം ഇദ്ദേഹം നടത്തിയ സന്ദർശനം ഹമാസിനെ പ്രകോപിപ്പിക്കുകയും പിന്നീട് ഇസ്രായേലിൽ ആക്രമണം നടത്താനുള്ള കാരണങ്ങളിലൊന്നായി മാറുകയും ചെയ്തിരുന്നു. പലസ്തീനെ അംഗീകരിച്ച 3 രാജ്യങ്ങളുടെയും നീക്കത്തോടുള്ള പ്രതികരണമാണ് തൻ്റെ സന്ദർശനമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഗാസയിൽ വെടിനിർത്താനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാനാണ് പ്രഖ്യാപനമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പറഞ്ഞു. സുരക്ഷിതമായും സമാധാനപരമായും നിലനിൽക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ അംഗീകരിക്കുന്നതിൽ സംശയമേതുമില്ലെന്ന് പറഞ്ഞ അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ഗാസയിൽ തടവുകാരായി കഴിയുന്നവരെ ഉടൻ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിനുള്ള ഒരേയൊരു പരിഹാരം ഇരു രാജ്യങ്ങളും സമാധാനപരമായി കഴിയുകയാണെന്ന് നോർവേ പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റാറെ വ്യക്തമാക്കി. ഇതിനിടെ ഗാസയിൽ സംഘർഷം തുടരുകയാണ്. റഫ നഗരത്തിൽ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങിയ ഇസ്രായേൽ സേന കനത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഹമാസ് കടപുഴകും വരെ ആക്രമണം നടത്തുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്കിടെ 9 ലക്ഷം പേരാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തത്. പ്രായമുള്ളവർ ശ്രദ്ധിക്കണം. ദാഹം അറിയാതെ പോകാം. വെള്ളം കുടിക്കാൻ മറക്കരുത്. വെള്ളമില്ലാതെ ശരീരത്തിലെ ഒരു അവയവത്തിനും പ്രവർത്തിക്കാനാകില്ല. ദഹനത്തിനും വിസർജ്യങ്ങൾ പുറന്തള്ളാനും തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും വൃക്കകളുടെയും പ്രവർത്തനത്തിനും രക്തചംക്രമണത്തിനും ത്വക്ക് സാധാരണ നിലയിലായിരിക്കുന്നതിനുമെല്ലാം ശരീരത്തിൽ വെള്ളം ആവശ്യമാണ്. വെള്ളമെന്ന് പറയുമ്പോൾ ദ്രാവക രൂപത്തിലുള്ള ആഹാരവും ഉൾപ്പെടും. ആരോഗ്യമുള്ള ഒരു പുരുഷന് 3.5 ലിറ്റർ വരെയും സ്ത്രീകൾക്ക് 2.5 ലിറ്റർ വരെയും വെള്ളം കുടിക്കാം. മറ്റ് അസുഖങ്ങളില്ലാത്ത ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ഇത് കുഴപ്പമില്ല. എന്നാൽ വളരെ പ്രായം ചെന്നവർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും 8 മുതൽ 10 ഗ്ലാസ് വരെയാണ് വെള്ളം അനുവദനീയം. കാരണം ഇവർക്ക് കൂടുതൽ ജലം പുറത്തേക്ക് കളയാൻ പരിമിതികളുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് രക്തത്തിലെ ഉപ്പിൻ്റെ അംശവും കുറഞ്ഞു പോകാം. ഓർമ്മക്കുറവ്, തളർച്ച, ഛർദി, അപസ്മാരം, അബോധാവസ്ഥ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഈ അവസ്ഥ തക്ക സമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഗുരുതരമാകാം.
ശ്രദ്ധിക്കാൻ 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ജ്യൂസ്, ചായ, കരിക്കിൻ വെള്ളം, സൂപ്പ്, ജലം ധാരാളമുള്ള തണ്ണിമത്തൻ, പൈനാപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ ഇവയെല്ലാം നിർജ്ജലീകരണം തടയാൻ സഹായിക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആവശ്യത്തിന് വെള്ളം നൽകാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക. അവർ വെള്ളം വേണ്ടെന്ന് പറഞ്ഞാലും പിന്നീട് അസ്വസ്ഥതയോ ശ്വാസം മുട്ടലോ ശ്രദ്ധക്കുറവോ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണമാകാം. ശുഭദിനം. നന്ദി.